മായക്കൂട്. പ്രഭാതത്തിൽ സൂര്യൻ തന്റെ സ്വർണകിരണങ്ങളാൽ ആ മനോഹരമായ തടാകത്തെ സാവധാനം ഉണർത്തി. തടാകജലം ചെറുവജ്രങ്ങളെപ്പോലെ മിന്നിമറഞ്ഞു. താമരപ്പൂക്കൾ ഒന്നൊന്നായി വിരിഞ്ഞ് പ്രകൃതിയുടെ പുഞ്ചിരി പകർന്നു. ആ മനോഹരമായ തടാകത്തിന്റെ കരയിൽ ഉണങ്ങിയ പുല്ലുകളും മൃദുവായ ഇലകളും ചേർത്ത് വളരെ കരുതലോടെ നിർമ്മിച്ച ഒരു സുന്ദരമായ കൂടുണ്ടായിരുന്നു. ആ കൂടിലായിരുന്നു ആനന്ദും മായയും താമസിച്ചിരുന്നത്. അവർ തമ്മിലുള്ള സ്നേഹം അതിരുകളില്ലാത്തതായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ ദുഃഖമുണ്ടായിരുന്നു. ഇതുവരെ അവർക്കൊരു കുഞ്ഞും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ആനന്ദ് തടാകത്തിൽ നീന്തിക്കൊണ്ട് ഒരു മനോഹരമായ പിങ്ക് താമരപ്പൂവ് കൊക്കിൽ പിടിച്ച് കൂടിലേക്കെത്തി. മായ, നോക്കൂ, നിനക്കായി എത്ര മനോഹരമായ ഒരു താമരപ്പൂ കൊണ്ടുവന്നിരിക്കുന്നു. പൂ വളരെ മനോഹരമാണ് ആനന്ദേ, പക്ഷെ നമ്മുടെ കൂട് മാത്രം ഇപ്പോഴും ശൂന്യമായിരിക്കുന്നു. അതേസമയം സമീപത്ത് കുഞ്ഞു താറാവുകൾ സന്തോഷത്തോടെ വെള്ളത്തിൽ കളിക്കുന്നത് മായ കണ്ടു. ആ കാഴ്ച അവളുടെ മനസ്സിലെ വേദന വീണ്ടും ഉണർത്തി. ഇരുവരും കുറച്ചുനേരം ആകാശത്തേക്ക് നോക്കി മിണ്ടാതിരുന്നു. അപ്പോൾ ആനന്ദിന് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു. മായ, കാട്ടിന്റെ അറ്റത്തുള്ള മായാഗുഹയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, പക്ഷെ അത് ശരിക്കും സത്യമാണോ? എല്ലാവരും പറയുന്നു അവിടെ ജജ്ഞാനി എന്ന മഹാത്ഭുത ശക്തിയുള്ള ഒരു കുരങ്ങൻ താമസിക്കുന്നുണ്ടെന്ന്. നമ്മുടെ ദുഷ്കം അദ്ദേഹത്തോട് പറയാം. ഏറെ നാളുകൾക്ക് ശേഷം മായയുടെ കണ്ണുകളിൽ വീണ്ടും പ്രതീക്ഷയുടെ പ്രകാശം തെളിഞ്ഞു. എന്നാൽ ആ സംഭാഷണം കേട്ടത് അവർ മാത്രമല്ല, മറ്റൊരു ജീവിയും എല്ലാം കേട്ടിരുന്നു. ഇന്ന് എന്റെ ഭാഗ്യവും തുടങ്ങുകയാണ്. സൂര്യാസ്തമയത്തിന് ശേഷം ആനന്ദും മായയും കാട്ടിലെ പുരാതന വഴിയിലൂടെ മായാഗുഹയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ അവരുടെ പിന്നാലെ മറ്റൊരു ജീവി രഹസ്യമായി പിന്തുടരുകയാണെന്ന് അവർ അറിഞ്ഞില്ല. ഗുഹ മുഴുവൻ നിശബ്ദമായിരുന്നു. മുകളിലെ പാറകളിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികളുടെ ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. നീലനിറമുള്ള അത്ഭുത പ്രകാശത്തിനിടയിൽ ജ്ഞാനി പതുക്കെ കണ്ണു തുറന്നു. ആ കണ്ണുകളിൽ സ്നേഹവും ജ്ഞാനവും അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു തീരുമാനവും ഉണ്ടായിരുന്നു. ആനന്ദും മായയും വിനയത്തോടെ തലകുനിച്ചു നിന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം വളരെ മഹത്താണ്. പക്ഷേ ഓരോ ആഗ്രഹത്തിനു മുമ്പും പ്രകൃതി ഒരു പരീക്ഷണം നടത്തും. ബാബാ, ഏത് പരീക്ഷണത്തിനും ഞങ്ങൾ തയ്യാറാണ്. ജ്ഞാനി പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ അടുത്തിരുന്ന ചെറിയ ചാക്കിൽ നിന്ന് പാലിന്റെ നിറമുള്ള 2 വട്ടക്കല്ലുകൾ പുറത്തെടുത്തു. അവ സാധാരണ കല്ലുകളല്ലായിരുന്നു. ബാബാ, ഇവ നിങ്ങളുടെ പ്രതീക്ഷയുടെ പരീക്ഷയാണ്. നിങ്ങളുടെ സ്നേഹത്തിന്റെ പരീക്ഷയാണ്. നിങ്ങളുടെ ക്ഷമയുടെ പരീക്ഷയാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇരുവരുടെയും ഹൃദയത്തിൽ വീണ്ടും പ്രതീക്ഷ നിറഞ്ഞു. പക്ഷേ ഗുഹയിൽ പറഞ്ഞ ഓരോ വാക്കും പുറത്തു വലിയൊരു പാറയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന രംഗയും കേട്ടിരുന്നു. അവന്റെ കണ്ണുകളിൽ വിശപ്പല്ല, അത്യാഗ്രഹമായിരുന്നു. അപ്പോൾ ഈ കല്ലുകൾ മുട്ടകളായി മാറുമോ? അങ്ങനെയെങ്കിൽ ആ മുട്ടകൾ അവരുടേതല്ല, എന്റേതാണ്. അത്യാഗ്രഹം മനുഷ്യനെയായാലും മൃഗത്തെയായാലും അന്ധനാക്കും. ആനന്ദും മായയും ജ്ഞാനി നൽകിയ 2 കല്ലുകളും സൂക്ഷ്മമായി അവരുടെ കൂടിന്റെ നടുവിൽ വെച്ചു. ആനന്ദേ, നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഒരു അത്ഭുതം സംഭവിക്കുമോ? നമ്മുടെ ജോലി വിശ്വാസത്തോടെ കാത്തിരിക്കുക എന്നതാണ്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ആ രാത്രി അവർ സമാധാനത്തോടെ ഉറങ്ങി. എന്നാൽ രംഗയ്ക്ക് ഒരു നിമിഷം പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുലരി പൊട്ടിത്തുടങ്ങി. തടാകത്തിന് മുകളിൽ മഞ്ഞ് പരന്നിരുന്നു. ജ്ഞാനിയുടെ ഓരോ വാക്കും ഓർത്തുകൊണ്ട് അവർ കണ്ണടച്ച് സ്നേഹപൂർവം ആ 2 കല്ലുകളിലേക്ക് ശ്വാസമൂതിക്കൊടുത്തു. ശേഷം അവയെ ഒരു നിമിഷം തടാകജലത്തിൽ മുക്കി. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ക്ഷമ മാത്രം. അതെ, ചില അത്ഭുതങ്ങൾക്ക് ക്ഷമ വളരെ ഇഷ്ടമാണ്. വീണ്ടും കൂടിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ആനന്ദും മായയും ഭക്ഷണം തേടി കാട്ടിലേക്ക് പോയി. അവർ കണ്ണിൽപ്പെടാതായതോടെ രംഗ പതുക്കെ കൂടിനരികിലെത്തി. കൂടിന്റെ നടുവിൽ ആ 2 വെളുത്ത വട്ടക്കല്ലുകൾ ഇപ്പോഴും മിന്നി നിന്നു. ഹഹാ,
ഇനി മുതൽ ഈ കൂട്ട് എന്റേതാണ്. ഹഹഹ, ഈ മുട്ടകൾ എത്ര രുചിയുള്ളതായിരിക്കുമല്ലോ. കാട് നിശബ്ദമായിരുന്നു. ഇലകൾ കാറ്റിൽ മെല്ലെ ആടുന്നുണ്ടായിരുന്നു. ആനന്ദും മായയും ഭക്ഷണം തേടി പോയിരുന്നു. അയ്യോ, എന്റെ പല്ലുകൾ! ഇത് ശരിക്കും മുട്ടയാണോ, അല്ലെങ്കിൽ ഒരു പാറക്കല്ലോ? അയാ, വേഗം വാ. ഇപ്പോഴെത്താം. രംഗ ഓടി രക്ഷപ്പെടണമെന്ന് വിചാരിച്ചു. പക്ഷേ സമയമില്ലായിരുന്നു. അടുത്തുള്ള മുള്ളുള്ള കുട്ടിച്ചെടിയായിരുന്നു. ഇതാണ് ഇപ്പോൾ എനിക്ക് ബാക്കിയുള്ള ഏക വഴി. കൂടിന് പിന്നിൽ പുറത്തേക്ക് കാണുന്ന രംഗയുടെ വാൽ ആനന്ദ് ഉടൻ കണ്ടു. എന്നാൽ അവനൊന്നും പറഞ്ഞില്ല. ഒരു ചെറിയ പുഞ്ചിരിയോടെ മായയെ നോക്കി. ആനന്ദിന്റെ പദ്ധതി മായയ്ക്ക് മനസ്സിലായി. മായ, ഞാനീ മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നില്ലേ? എന്തായിരുന്നു അത്? നമ്മുടെ മുട്ടകൾ മോഷ്ടിക്കാൻ പേരാശയുടെ ഒരു ഭൂതം വരുമെന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞ ഓരോ വാക്കും കുറ്റിച്ചെടിയിൽ ഒളിച്ചിരുന്ന രംഗ വ്യക്തമായി കേട്ടു. സന്ധ്യയായി. ആനന്ദ് ഉണങ്ങിയ ഇലകൾ കൊണ്ടുവന്നു. മായ ചെറിയ ചില്ലകളും പുല്ലുകളും ശേഖരിച്ചു. ഇന്ന് രാത്രി നമുക്ക് തീ കൊളുത്താം. അതെ, ആ പേരാശയുടെ ഭൂതത്തിന് പുക സഹിക്കാനാവില്ലെന്നാണ് പറഞ്ഞത്. ഇത് കണ്ട രംഗയുടെ ഭയം കൂടിക്കൊണ്ടിരുന്നു. അയ്യോ, ശരിക്കും ഭൂതമുണ്ടെങ്കിൽ? അത്യാഗ്രഹം അവനോട് കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ഭയം ഉടൻ ഓടിപ്പോകണമെന്ന് പറഞ്ഞു. രാത്രിയായി. ചന്ദ്രൻ വെള്ളി വെളിച്ചം ഭൂമിയിലാകെ വിതറി. ആനന്ദും മായയും കൂടിനു ചുറ്റും കൂട്ടിയിട്ടിരുന്ന ഉണങ്ങിയ ഇലകൾക്ക് പതുക്കെ തീ കൊളുത്തി. ആദ്യം ചെറിയ ജ്വാലകൾ മാത്രം തെളിഞ്ഞു. പുക പതുക്കെ കൂടിന് ചുറ്റി നിറഞ്ഞു. മുള്ളുള്ള കുറ്റിച്ചെടിയിൽ ഒളിലൊളിച്ചിരുന്ന രംഗയ്ക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അയ്യോ, എത്ര പുകയാ ഇവിടെ! കുറച്ചുകൂടി കാത്തിരിക്കാം, പിന്നെ പുറത്തേക്ക് പോകാം. അപ്പോഴേക്കും ഒരു ചെറിയ തീപ്പൊരി പറന്ന് അവന്റെ വാലിൽ വീണു. അയ്യോ, എന്റെ വാൽ കത്തുകയാൻ! ഭയന്ന് രംഗ കുറ്റിച്ചെടിയിൽ നിന്ന് ചാടി പുറത്തു വന്നു. തിരിഞ്ഞുപോലും നോക്കാതെ തടാകത്തിലേക്ക് ഓടി. വെള്ളം, വെള്ളം! ആരും എന്റെ വാൽ രക്ഷിക്കൂ! ഒരു നിമിഷം പോലും വൈകാതെ വെള്ളത്തിലേക്ക് ചാടി. വെള്ളം എല്ലായിടവും ചിതറിപ്പോയി. വാലിലെ തീ അണഞ്ഞു. പക്ഷേ മനസ്സിലെ ഭയം അണഞ്ഞില്ല. ആദ്യം എന്റെ പല്ലുകൾ പോയി, ഇപ്പോൾ എന്റെ വാലും കത്തി. ഹമറുള്ള വരുന്നത് ഞാൻ മോഹിക്കില്ല. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു അത്ഭുതകരമായ പ്രഭാതം. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ആ 2 കല്ലുകളെ തൊട്ടു. അപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത്. ജ്ഞാനി നൽകിയ 2 വെളുത്ത കല്ലുകളും പതുക്കെ രൂപം മാറാൻ തുടങ്ങി. അവ യഥാർത്ഥ താറാവിന്റെ 2 മുട്ടകളായി മാറി. ആനന്ദേ, നമ്മുടെ കൂടിന് ശൂന്യമല്ല. കണ്ടോ മായ, ഞാനീ പറഞ്ഞത് മാന്ത്രികതയെക്കുറിച്ചല്ല, ക്ഷമയെക്കുറിച്ചാണ്. അല്പസമയത്തിനകം മുട്ടുകളിൽ ചെറിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു. പതുക്കെ 2 കുഞ്ഞു തലകൾ പുറത്തു വന്നു. ആ ശബ്ദം മധുര സംഗീതം പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞ് ആ കുഞ്ഞു താറാവുകൾ ആദ്യമായി തടാകത്തിലിറങ്ങി. ആദ്യം അവർക്ക് ചെറിയ ഭയമുണ്ടായിരുന്നു. മായ സ്നേഹത്തോടെ അവരെ പ്രോത്സാഹിപ്പിച്ചു. നിമിഷങ്ങൾക്കകം അവർ സന്തോഷത്തോടെ നീന്തി തുടങ്ങി. തടാകം മുഴുവൻ അവരുടെ കളിച്ചിരിയാൽ നിറഞ്ഞു. അന്ന് മായയുടെ കൂടിൽ 2 പുതിയ ജീവനുകൾ ജനിച്ചു. അത് കണ്ട രംഗയുടെ മനസ്സിലും ഒരു നല്ല ചിന്ത പിറന്നു. ജ്ഞാനിയുടെ വാക്കുകൾ സത്യമായി. പേരാശ കൊണ്ട് മറ്റുള്ളവരുടെ സ്വത്ത് മോഹിക്കരുത്. സ്നേഹവും കഷമയും വിശ്വാസവും ഈ 3 ഒരുമിച്ചാൽ നല്ല ഫലം തീർച്ചയായും ലഭിക്കും. സ്നേഹവും ക്ഷമയും വിശ്വാസവും ഈ 3 ഒന്നിച്ചാൽ അത്ഭുതങ്ങൾ തീർച്ചയായും സംഭവിക്കും. അത്യാഗ്രഹം എപ്പോഴും നഷ്ടം മാത്രമേ സമ്മാനിക്കൂ.